ഈ കെമിസ്ട്രി ക്ലാസ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? എന്നിട്ട് വീണ്ടും കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഫൈ ഉണ്ടോ? ഫൈ ഈസ് റെപ്രസെന്റ് ബൈ ദ ലെറ്റർ ഫൈ. ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മൾ പറഞ്ഞു. ഒരു പ്ലസ് ചാർജ് ഇവിടെ ഉണ്ടെങ്കിൽ ആ ചാർജിൽ നിന്ന് പുറത്തോട്ട് ഫീൽഡ് ലൈൻസ് പോകും. ഓക്കെ. ഇനി ഇവിടെ വേറൊരു ചാർജ് ഇരിക്കുകയാണ്. ആ ചാർജിന്റെ സ്ട്രെങ്ത് കുറവാണെങ്കിൽ ഫീൽഡ് ലൈൻസിന്റെ എണ്ണവും കുറവായിരിക്കും. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ റീജിയൻ അറൌണ്ട് എ ചാർജ് വെയർ ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഈസ് പ്രസന്റ്. ഇനി ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഡിഫൈൻഡ് ആസ് the number of field lines, the number of field lines. മുമ്പേ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എത്ര എണ്ണം കടന്നു പോകുന്നുണ്ട്? the number of field lines passing normal to a surface, passing normal to the surface. അതെന്നാന്ന് ചോദിച്ചാല്, ഇപ്പൊ നോക്കിയ ഒരു യൂണിറ്റ് ഏരിയ എടുത്ത് അല്ലെങ്കിൽ ഒരു സർഫസ് എടുത്ത് നമ്മൾ, ഇപ്പൊ ഇതാണ് ഒരു സർഫസ് എങ്കിൽ ഇത്രയും വീതിയുള്ള ഒരു സർഫസ് എടുക്കുകയാണ്. ഇവിടെ എത്ര നമ്പർ ഉണ്ട്? 3 ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ട്. ഇവിടെയാണെങ്കിലോ 2 ഫീൽഡ് ലൈൻസേ പോകുന്നുണ്ട്. അതാണ് ഈ പറയുന്നത്. ഒരു സർഫസ് എടുക്കുമ്പോൾ ആ സർഫസിൽ പെർപെൻഡിക്കുലർ ആയിട്ട്, ഇപ്പൊ നമ്മൾ ഇവിടെ സർഫസ് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര എണ്ണം പെർപെൻഡിക്കുലർ ആയിട്ട് വരും. സോ ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിങ് നോർമൽ, അതായത് നമ്മൾ പറയണ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ 90 ഡിഗ്രി, 90 ഡിഗ്രിയിൽ ഒരു സർഫസിലൂടെ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിന്റെ എണ്ണത്തിനെ മൊത്തം എടുത്ത് വിളിക്കുന്ന പേരാണ് ആ ഇതിനകത്തൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സ്. സോ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് എ number of field lines passing normal to the surface. ഇനി അതിന്റെ ഇക്വേഷൻ, ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് റെപ്രസെന്റഡ് ബൈ ഫൈ, ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ. ഇന്റഗ്രേഷന്റെ ചിഹ്നമായിട്ട് സർഫസ് ഇന്റഗ്രൽ. ഈ സർഫസിലൂടെ മൊത്തം പോകുന്നത് കൂട്ടിയെടുക്കണം, അതുകൊണ്ടാണ് സർഫസ് ഇന്റഗ്രൽ. ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ സിമ്പല് ഇ ഇൻറ്റു ഏരിയ മൊത്തം കിട്ടിയേച്ച് നമുക്ക് ആ ഏരിയനെ മുഴുവൻ കൂട്ടിയെടുക്കാൻ വേണ്ടി സർഫസിനെ മൊത്തമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തത്. സോ സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ്. ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് എ ഡോട്ട് ബി എന്ന് കേട്ടിട്ടുണ്ടോ? എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. അപ്പം ഇവിടെ നോക്കിയേ, എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. ഇപ്പൊ ഇ ഡോട്ട് ഡി എസ് ആണെങ്കിൽ ഇ ഡി എസ് കോസ് തീറ്റ എന്ന് വരും അല്ലേ, ഇ ഡി എസ് കോസ് തീറ്റ. അപ്പം 90 ഡിഗ്രി ആകുമ്പം വേണം, അല്ലെങ്കിൽ 90 ഡിഗ്രി ആകുമ്പോഴുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ വാല്യൂ മാത്രം എടുത്താൽ മതി എന്ന് റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മളിവിടെ ഈ ഡോട്ട് പ്രൊഡക്റ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ചുമ്മാ ഇ ഇൻറ്റു ഡി എസ് എഴുതല്ലേ, ഇത് ഡോട്ടാണ്. സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ. ഇത്രയുണ്ട് കേട്ടോ ഇക്വേഷൻ. സോ ഫൈ ഈസ് ഈക്വൽ ടു പറഞ്ഞേ, ഫൈ ഈസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്, സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഓർ ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ഇ ഇൻറ്റു ഡി എസ് ഇൻറ്റു കോസ് തീറ്റ. ഇതിനിടയ്ക്ക് ശരിക്കും ഇൻറ്റു ഗുണനം മാത്രം. ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, എ ഡോട്ട് ബി. അതായത് നമ്മൾ പ്രൊഡക്റ്റ് സ്കെയിലാർ പ്രൊഡക്റ്റും വെക്ടർ പ്രൊഡക്റ്റ് എ ഡോട്ട് ബി ആൻഡ് എ ക്രോസ് ബി എന്ന് പറഞ്ഞ 2 സാധനമുണ്ട്. എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ, എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. ഓക്കെ, ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇനി നെക്സ്റ്റ് ഹെഡിങ് എഴുതുന്നത് ക്ലാസ് കൂടി എടുത്താൽ പോരെ, അല്ലെ നമ്മൾ ഇന്ന് തീർക്കാൻ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇലക്ട്രിക് ഫ്ലക്സ്. ഇനി ഒന്നുകൂടെ കൂടി എഴുതിയാൽ മതി. ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് എ ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമൽ ടു സർഫസ്.
അടുത്തത് ഡൈപോൾ, ഇലക്ട്രിക് ഡൈപോൾ. അത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ് ടു എ. ഓർക്കുന്നുണ്ടോ അങ്ങനെ പഠിപ്പിച്ചത്? പോസിറ്റീവും നെഗറ്റീവും ചാർജ്, അപ്പം ഒന്ന് പ്ലസ് അല്ലേ, ടു ഈക്വൽ, ഒരേ വാല്യൂ ആയിരിക്കും. ഇത് ക്യൂ ആണെങ്കിൽ അതേ വാല്യൂ ആണ് ഇതിന്, -2. സോ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, ഒന്ന് പോസിറ്റീവ് ആണ് ഒന്ന് നെഗറ്റീവ്. സോ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് separated by a small distance. That is called electric dipole. ഇനി ലെറ്റ് 2a എന്ന് പറയുന്ന ലെങ്തിലാണ് ഈ രണ്ട് ചാർജുകൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ഡൈപോൾ, ഈ രണ്ട് ചാർജും കൂടെ തരുന്ന മൊത്തം കിട്ടുന്ന ഡൈപോൾ മൊമെന്റ്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ പി കൊണ്ടാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2aq. ഓർക്കുന്നുണ്ടോ അത്? P ഈസ് ഈക്വൽ ടു 2aq. ഓർക്കുന്നില്ലെന്ന് കാര്യമില്ല, നോട്ട് എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ വർഷം ഞാൻ പഠിപ്പിച്ചു വിട്ടത് കാണാം. So we can say that electric dipole, two equal and opposite charges separated by a very small distance 2a. 2a എന്നോട് വേണേ കൊടുത്തു. 2a എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ, വളരെ ചെറിയ അകലത്തിൽ, 2a എന്ന് പറയുന്ന ഒരു ചെറിയ അകലം, ആ അകലത്തിന് എടുത്ത വാല്യൂ കേട്ടോ 2a എന്ന് പറയുന്ന ഒരു ചെറിയ അകലത്തിൽ വെച്ചിരിക്കുന്ന ചാർജുകൾ, രണ്ട് ചാർജ് തുല്യമായിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ് 2a, that is called electric dipole. Then we can say that electric dipole moment P is equal to, രണ്ടെണ്ണം തമ്മിൽ ഗുണിക്കുമല്ലേ, 2a into q. 2a എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ല, q എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചാർജ്. പ്രൊഡക്റ്റ് ഓഫ് ഗുണനഫലം, പ്രൊഡക്റ്റ് ഓഫ് one of the charge into one of the product of one of the charge and distance of separation. ഒരു ചാർജ് കണ്ടോ 2q, സെപ്പറേഷൻ എത്ര ഡിസ്റ്റൻസ് 2a. അപ്പൊ 2a-നെ q കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് ഡൈപോൾ മൊമെന്റ് P. ഇനി ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, അല്ലെങ്കിൽ ഇപ്പം ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പിയുടെ ടേമിൽ രണ്ട് എസ് പോലെ രണ്ട് ഡെറിവേഷൻ ഉണ്ട്. അതിൽ ഒന്ന് ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിന് വരും. സോ ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞുതരാം. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ ആക്സിയൽ ലൈൻ ഓഫ് an electric dipole. നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കറിയാം, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ്. ഇത് പ്ലസും ഇത് തമ്മിൽ 2a ഡിസ്റ്റൻസും ആണെങ്കിൽ, ഇത് മൈനസ് ചാർജ് ആണെങ്കിൽ, നോക്കിയേ ഇവിടുന്ന് നേരെയുള്ളൊരു പോയിന്റ് കണ്ടോ, ഈ പോയിന്റ് ആക്സിയൽ ലൈൻ, ആ ഡൈപോളിന്റെ ആ നേരെ ഹൊറിസോണ്ടലായി കിടക്കുന്ന ഒരു പോയിന്റ്. ഈ പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്. ഈ പോയിന്റിന്റെ പേര് P എന്നാണ്. ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കാണാൻ വേണ്ടി ഡൈപോളിന്റെ നീളം 2a-യും ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് P വരെയുള്ള പോയിന്റ് വരെയുള്ള ദൂരം സ്മോൾ r-ഉം ആണെങ്കിൽ, പഠിക്കണം വാല്യൂ, കാണാതെ പഠിച്ചേക്കണം ഇക്വേഷൻ, E is equal to 1/4
pi epsilon 0 2pr divided by r square minus a square whole square. ഇവിടെ പി എന്നാ നന്ദു? പി അതിന്റെ ഇപ്പൊ വരച്ച മറ്റേ ഡോട്ടർ ലൈനിന്റെ ഇത് ആ പി അല്ല ഈ പി എന്ന് പറയുന്ന തൊട്ട് മുകളിലത്തെ അതിന്റെ ഡൈപോൾ മൊമെന്റ്. ഓക്കെ, here p is the dipole moment. പിയുടെ ഇക്വേഷൻ ആയിരിക്കും, പിയുടെ വാല്യൂ E is equal to 2aq 2a into q. അത് ഇങ്ങോട്ട് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പഠിച്ചാൽ മതി. ഈ ഇക്വേഷൻ പഠിച്ചിരിക്കണം കേട്ടോ, ഇല്ല 2aq വെച്ച് ഇക്വേഷൻ പഠിക്കേണ്ടി വരും. അത് ഇച്ചിരി പാടായതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതാണ്. സോ E is equal to 1/4 pi epsilon 0 2pr divided by r square minus a square whole square. That is the value of electric field at the axial line of a dipole. അടുത്ത ഹെഡിങ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ ഇക്വറ്റോറിയൽ ലൈൻ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ അപ്പൊ എവിടെയായിരിക്കും? ഇത് കണ്ടു, ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എവിടെ ആയിരിക്കും? ആക്സിയൽ ലൈൻ നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് അതിന്റെ പ്രതലത്തിൽ തന്നെ കിടക്കുന്ന ഒരു പോയിന്റ് ആണ്. ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇതാണ് നമ്മുടെ ഡൈപോൾ എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് പ്ലസ് ക്യൂ, ഇത് മൈനസ് ക്യൂ, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2a. ഇനി ഇക്വറ്റോറിയൽ പോയിന്റ് നോക്കണം, ഇവിടുന്ന് കൃത്യം ഇതിന്റെ സെൻട്രൽ നിന്ന് 90 ഡിഗ്രി മുകളിലോട്ട് വരയ്ക്കുന്ന പോയിന്റ്. ഇവിടെ ഒരു പോയിന്റ് പി എടുക്കാം, ദാറ്റ് ഈസ് ദ ഇക്വറ്റോറിയൽ പോയിന്റ്. ഓക്കെ, അപ്പൊ ഇക്വറ്റോറിയൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡൈപോളിന്റെ സെൻട്രൽ നിന്ന് 90 ഡിഗ്രി മുകളിലേക്ക് 90 ഡിഗ്രി മുകളിലേക്ക്. ഗുഡ്. അപ്പൊ ഈ പോയിന്റിലെ വാല്യൂ എത്രയാണ്? മുമ്പത്തെ പോലെ തന്നെ ഡൈപോളിന്റെ ലെങ്ത് 2a ആ ഇക്വറ്റോറിയൽ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ ഈയുടെ വാല്യൂ E is equal to 1/4 pi epsilon 0 p by r square plus a square all raised to 3/2. രണ്ടും ഇങ്ങനെ ഒരുമിച്ച് എഴുതി പഠിക്കാൻ വേണ്ടി ഒരു അല്പം എളുപ്പം കിട്ടാനാണ്. ആദ്യത്തെ 1/4 pi epsilon 0 2pr by r square minus a square whole square. r square minus a square whole square. ഇവിടെയോ 1/4 pi epsilon 0 3/2 p by r square plus minus plus I plus a square all raised to 3/2. ഇനി എല്ലാ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നത് ഇങ്ങനെ രണ്ട് പോയിന്റ് ഇങ്ങനെ തരും, ഡൈപോൾ തരും. ഇവിടെ ഒരു പോയിന്റ് പി ആണെങ്കിൽ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇത് എങ്ങോട്ടാണ്, ഡയറക്ഷൻ എങ്ങോട്ടാണ് നോക്കി. പോസിറ്റീവ് ചാർജ് ചെയ്യുന്ന ഫീൽഡ് ലൈൻ അകന്നു പോവല്ലേ, പിയിലൂടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ മുകളിലോട്ട്. നമുക്കറിയാം ഇത് ഇങ്ങോട്ട് പോകും അല്ലേ. നെഗറ്റീവ് ചാർജിലോട്ട് ഫീൽഡ് ലൈൻ എന്നാ ചെയ്യും? ഇത് നെഗറ്റീവ് ചാർജ് ആണ്, ഇങ്ങോട്ട് വരുക. നെഗറ്റീവ് ചാർജിനകത്തോട്ട് ഫീൽഡ് ലൈൻ സെൻറ്റർ ചെയ്യും. ഇത് ഇങ്ങോട്ടാണ്, മനസ്സിലായി? അപ്പൊ ഇത് ഇങ്ങോട്ടും ആണെങ്കിൽ അതിന് രണ്ടിനും കൃത്യം നടുക്കോട് നമുക്കൊരു ലൈൻ വരയ്ക്കാൻ പറ്റിയ ഇത് കണ്ടോ, അതായിരിക്കും ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ദിസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. അതിന്റെ വാല്യൂ എത്രയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇതാണ് വാല്യൂ, 1/4 pi epsilon 0 p by r square plus a square plus a square 3/2 all raised to. ഇത് ബാക്കിയെല്ലാം ഒന്ന് പറയുമോ? all raised to 3/2. all raised to 3/2
ഓക്കെ, ബ്രാക്കറ്റ് ഒക്കെ കൃത്യയിടണം. all raised to 3/2. Electrostatic force, the quantization of charge Q is equal to plus or minus n into E. എന്നിട്ട് നമ്മൾ പറഞ്ഞു F equal to Q into E. E എന്ന് പറയുമ്പോൾ ഒരു Q വെട്ടിപ്പോകും. therefore E is equal to 1/4πε0 Q by R square. പിന്നെ ഇപ്പൊ ഇത് പഠിച്ചു, ഡൈപോൾ മൊമെന്റ് P. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. This is equation number 2, electrostatic force. F is equal to QV, equation number 3. Electric field equation number 4. Dipole moment 2A into Q, that is equation number 5. Electric field at the axial point, that is equation number 6. Electric field at the equatorial point, that is equation number 7. 7 equation പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കി പഠിച്ച് ഒന്ന് മുതൽ പറഞ്ഞേ. ഇക്വേഷൻ മാത്രം എഴുതിക്കോട്ടെ. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എഴുത്. എന്നാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്? അതായത് Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ എന്നുള്ളത് കേട്ടോ. അതിനകത്ത് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ചാർജ്, E എന്ന് പറയുന്നത് ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ. അത് ചോദ്യമായിട്ട് ഇപ്പൊ എഴുതിയാൽ ആൻസർ എഴുതി എനിക്ക് അയക്കേണ്ടതാണ്. Q is equal to plus or minus n. What is mean by quantization of charge? 2. Define Coulomb's law. ഇക്വേഷൻ മാത്രം മതിയോ? ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q is equal to plus or minus n എന്ന് എഴുതുക. The total charge is always be the integral multiple of the charge of the electron. അങ്ങനെ എഴുതണം കേട്ടോ. സാറേ ഞാൻ പഠിക്കാൻ വേണ്ടി എഴുതി വെച്ചോട്ടെ. എഴുതി വെച്ചോ, അല്ല പുസ്തകത്തെ നോക്കിയാൽ മതി. വായിക്കാൻ കഴിയില്ലേ? എന്നാ എഴുതിക്കോ. The total charge. The total charge. Capital Q. Is the integral multiple. Of the integral multiple of the charge of the electron. എഴുതണം Q is equal to plus or minus. ഇക്വേഷൻ കൂടിയാണോ അതിന്റെ ആൻസർ? അപ്പൊ ഇതെഴുത്, പറഞ്ഞുതരാം. Q is equal to plus or minus Ne. n എന്നാന്ന് എഴുതണം? n number of charge. എന്നിട്ട് ഈക്വൽ ടു ഇട്ടിട്ട് 0, 1, 2, 3 ഡെസിമൽ പോയിന്റ് ഒന്നും പറ്റില്ല. ഇന്റഗ്രൽ മൾട്ടിപ്പിൾ 1, 2, 3, എക്സെട്ര അങ്ങനെ ഇടണം കേട്ടോ. ഇനി E എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈയുടെ വാല്യൂ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ. എത്രയാ വാല്യൂ? എത്രയാ? The value is 1.6 into 10 raised to 90. Raised to minus 90. Minus 19. Negative take. Minus 19 coulomb. Capital C. Coulomb. ഇനി അടുത്ത ചോദ്യം. അത് വലുതാക്കണോ ചെറുതാക്കണോ? എൻ്റെ മേളിൽ കൂളോ എന്നുള്ളത് അത് ക്യാപിറ്റൽ സി. നമ്മൾ ആ 1.6 എഴുതിയ ലൈനിന്റെ നേരെ ക്യാപിറ്റൽ സി. കിട്ടിയ? ഇനി എന്നാ എഴുതണം? അടുത്ത ചോദ്യം എഴുതുക. ആൻസർ എഴുതി എനിക്ക് അയക്കണം. ഞാൻ ആൻസർ പറഞ്ഞു തരൂല. ഓരോന്നിന്റെ ആൻസർ കുഞ്ഞ് ടെക്സ്റ്റ് ബുക്ക് ഞാൻ എഴുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ കണ്ടാൽ മതി, ആൻസർ കിട്ടും. രണ്ടാമത് ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജുകളെ നമ്മൾ 2 രീതിയിൽ ചാർജ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? ഡിഫറെന്റ് മെത്തേഡ്സ് പറഞ്ഞാൽ ഫ്രിക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ. Okay. Explain different methods. Explain
different methods different methods to charge a body electrostatically. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ചാർജ് റെസ്റ്റിലാണ്. അപ്പം ചാർജ് റെസ്റ്റിലാകുമ്പോഴത്തേന് എങ്ങനെയാണ് ഇത് കൊടുക്കണേന്നുള്ളത്, എങ്ങനെയൊക്കെയാ, ഒന്നെങ്കിൽ റബ്ബ് ചെയ്യുമ്പോഴത്തേനും ഒരു ഇലക്ട്രോൺ അതിനകത്ത് നഷ്ടപ്പെടുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇൻഡക്ഷൻ മൂലം അടുത്തൊരു ബോഡി. അപ്പോൾ അവിടെ ചോദിക്കും വിത്തൗട്ട് ടച്ചിങ്, കേട്ടോ, വിത്തൗട്ട് ടച്ചിങ് ചോദിച്ചാൽ ഇൻഡക്ഷൻ. പിന്നെ വരുന്നതാണ് കൂളോംസ് ലോ. എഴുത്, ഡിഫൈൻ കൂളോംസ് ലോ. ഡിഫൈൻ അടുത്തത് ഡിഫൈൻ ഇലക്ട്രിക് ഫീൽഡ്. ദാറ്റ് ഈസ് മീൻ ബൈ ഇലക്ട്രിക് ഫീൽഡ്. എഴുതിയോ? അടുത്തത് ഡിഫൈൻ ഇലക്ട്രിക് ഫ്ലക്സ്. അടുത്തത് ഡിഫൈൻ ഇലക്ട്രിക് ഡൈപോൾ. അടുത്തത് ഫൈൻഡ് ഔട്ട് the value of electric field. Find out the value of electric field at the axial and equatorial point of a dipole. At the axial and equatorial point. ഇപ്പൊ നമ്മൾ എഴുതിയില്ല, ആക്സിയൽ പോയിന്റ് ഇക്വറ്റോറിയൽ പോയിന്റ്. ഫൈൻഡ് ഔട്ട് ദി ഇലക്ട്രിക് ഫീൽഡ്. അവിടുത്തെ ഈയുടെ വാല്യൂ എഴുതുന്നത്. ഫൈൻഡ് ഔട്ട് ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ ആക്സിയൽ ആൻഡ് ഇക്വറ്റോറിയൽ പോയിന്റ് ഓഫ് എ ഡൈപോൾ.